കൊല്ലം ഇയാളുടെ മകൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അയൽക്കാരൻ്റെ മകൻ 20 വയസ്സായി. അപ്പോഴാണ് ഹാജിക്ക് നല്ല നിലവാരമായിരുന്നു നാട്ടിൽ. 20 വയസ്സിൽ ഇവൻ ആകെ പറയിപ്പിച്ചു. ഇവർ രണ്ടുപേരും ഒരേ സുഹൃത്തുക്കളായിരുന്നു, ഒരുമിച്ചായിരുന്നു നടന്നിരുന്നത്. പറയിപ്പിച്ചു. ഇന്ന് ആചാര്യക്ക് നാട്ടിലേക്ക് ഇറങ്ങാൻ വയ്യ. കാരണം എന്താ? ഇവനൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, അതിൻ്റെ ആഭരണം കവർന്നു, അതിനെ ബലാത്സംഗം ചെയ്തു, കൊന്നുകളയുകയും ചെയ്തു. ഇന്നലെ വന്നില്ലേ എങ്ങനെ ഒരു റിപ്പോർട്ട്? ഈ ഉമ്മത്തിലെ ഒരു മകൻ അല്ലെ, ഉമ്മത്തിന്റെ ഒരു കുട്ടിയല്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഇത് ചെയ്തത്? ഉമ്മത്തിലൊരു മെമ്പർ. ഇന്നലെ നിങ്ങൾ പത്രത്തിൽ വായിച്ചു. എന്തുമാത്രം മോശം! 3 തെറ്റുകൾ ഒരുമിച്ച്: കൊലപാതകം, സഹിക്കാൻ കഴിയാത്ത തെറ്റ്, വ്യഭിചാരം, മോഷണം. ഉമ്മത്തിലെ ഒരു വ്യക്തി റമദാൻ മാസത്തിൽ ചെയ്തു. എവിടെയാണ് ഈ പിശാചുക്കളെ പിടിച്ച് കെട്ടിയിടുന്നു പറഞ്ഞത് അല്ലേ? റമദാൻ മാസമായ പിശാചുകളെ കെട്ടിയിടുന്നു. അവരെ പിന്നെ എങ്ങനെയാണ് അതൊക്കെ സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നുണ്ട് കിതാബുകളിൽ. റമദാൻ മാസമായ സുഫിദത്തി ഷയാത്തീൻ എന്ന് കാണുന്നത് പിശാചുക്കളെയൊക്കെ കെട്ടിയിടും. പിന്നെ എങ്ങനെയാണ് റമദാൻ മാസത്തിൽ ഇത്തരം സംഗതികൾ സംഭവിക്കുന്നത്? ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് കിതാബുകളിൽ എഴുതിയത് കാണാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുല്ല അലിയുൽ ഖാരി ആണോ എന്ന് തോന്നുന്നുണ്ട്, ഉറപ്പില്ല. അദ്ദേഹം എഴുതുന്നുണ്ട്. ഏതായാലും ഒരു ഹദീസ് ഗ്രന്ഥത്തിലെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഭൂതപിശാചുക്കളെയല്ലേ അള്ള പിടിച്ചു കെട്ടിയിട്ടുള്ളൂ, അന്നെ പിടിച്ചു കെട്ടിയിട്ടില്ലല്ലോ. അതാ വിഷയം. ഭൂതപിശാചുക്കളെയല്ലേ അള്ളാഹു പിടിച്ചു കെട്ടിയിട്ടുള്ളൂ, നിന്നെ പിടിച്ചു കെട്ടിയിട്ടില്ലല്ലോ. അപ്പൊ നിന്നെ കൊണ്ടുള്ള കുഴപ്പം ഇവിടെ ഉണ്ടാവും. അതേസമയം ഭൂതപിശാചുക്കളുടെ കുഴപ്പം പരമാവധി കുറയും. അതാണ് റമദാൻ മാസത്തിൽ തെറ്റുകുറ്റങ്ങൾ കുറയുന്നത്. മദ്യപാനം കുറയും റമദാൻ മാസത്തിൽ എന്നല്ല, തോന്നിയാസങ്ങൾ കുറയും. റമദാൻ മാസമാകുമ്പോൾ ഏത് കരിക്കാത്തവനൊന്ന് കരിക്കും, പള്ളിയിലൊക്കെ വരും. കാരണം പിശാചിന്റെ സമ്മർദ്ദം കുറയും, അവരൊക്കെ പിടിച്ച് ചങ്ങലക്കിടും. എന്നാൽ പിന്നെ നമ്മൾ തന്നെ അതിലും വലിയ പിശാച്ചായി മാറിയാൽ പിന്നെ നിർവാഹമൊന്നുമില്ല. ശയാത്തീനുൽ ജിന്നുമുണ്ട്, ഇൻസുമുണ്ട്. ഖുർആൻ തന്നെ സാക്ഷിയല്ലേ അതിന്. ഭൂത മനുഷ്യവർഗത്തിൽ പിശാചുക്കളുണ്ട്. അപ്പൊ മനുഷ്യവർഗത്തിലെ പിശാചുക്കളെ പിടിച്ചു കെട്ടുന്നില്ല, ഭൂതവർഗത്തിലെ പിശാചുക്കളെയാണ് ഈ പിടിച്ചു കെട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ആ വകയിലുള്ളത് കുറയുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്റെ നഫ്സ് പ്രേരിപ്പിക്കുന്ന തെറ്റുകുറ്റങ്ങൾ പിന്നെയും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അയൽപക്കത്തെ ഈ വാപ്പയുടെ മകനെ കൊണ്ട് വാപ്പാക്ക് തല നിവർത്തി നടക്കാൻ പറ്റാതിരിക്കുമ്പോ ഇപ്പുറത്തുള്ള ഹാജിയാര് അതാ മനസ്സ് നിറഞ്ഞ് ആത്മഗതം ചെയ്യുകയാണ്. പടച്ചോനെ, എൻ്റെ കുട്ടി ഒരു പക്ഷേ മരിച്ചുപോയതെനിക്ക് ഹൈറായിരിക്കും. അവൻ ഇന്ന് നിലവിലുണ്ടായിരുന്നെങ്കിൽ അവനും ഇവനും എപ്പോഴും ഒരുമിച്ചായിരുന്നു ആ കൂട്ടുകെട്ട്. അവനും കൂടെ ഇതിൽ പെട്ടിരുന്നെങ്കിൽ, അവനും കൂടെ ഇതിൽ പെട്ടുപോയിരുന്നെങ്കിൽ എനിക്കും ഗതി ഇത് തന്നെ ആകുമായിരുന്നല്ലോ. അപ്പോഴാ മനസ്സിലാകുന്നത്, 10 കൊല്ലം മുമ്പ് എൻ്റെ കുട്ടിയെ കൊണ്ടുപോയതെനിക്ക് ഹൈറാണ് ആയിരിക്കാം. അങ്ങനെ ഒരു തീരുമാനം അല്ലാഹുവിനുണ്ടെങ്കിൽ അത് ഹൈറാൻ. പക്ഷെ ആദ്യം നമുക്ക് ഷർറാണെന്നാ തോന്നുക. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഹൈറാണെന്ന് അറിയണമെങ്കിൽ ആഖിറം വരെ നീണ്ടു നിൽക്കും. അത് ഹൈറാന്ന് അറിയണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തു വിഷമം വന്നാലും നാക്ക് പിടുത്തം വിടാൻ പാടില്ല, പ്രതിഷേധ സ്വരങ്ങൾ പാടില്ല. എല്ലാറ്റിനും അല്ലാഹുവിന് നന്ദി പറയാ. അൽഹംദുലില്ലാഹ് എന്ന് നന്ദി പറഞ്ഞോളാ. പ്രതിഷേധം ഉണ്ടാവരുത്. അതേസമയം സങ്കടം പറയാം. അത് രണ്ടും രണ്ടാ. സങ്കടം പറയലും പ്രതിഷേധം പറയലും രണ്ടാ. സുഹൃത്തുക്കളെ, പടച്ചോനോട് പ്രതിഷേധം പാടില്ല, സങ്കടം പറയാം. രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരാൾക്ക് പടച്ചോനോട് സങ്കടം പറഞ്ഞൂടെ? സങ്കടം പറയാം, പ്രതിഷേധം പറ്റൂല എന്നുള്ളൂ. ഇപ്പൊ ഒരാൾ വല്ലാത്ത വേദന, അപ്പൊ ഇയാൾ കരയുന്നില്ല, കരയാതെ പിടിച്ചു നിൽക്കുകയാണ്. ക്ഷമിച്ചു നിൽക്കണം എന്നാ ഒന്നാണ് കരഞ്ഞുപോയി. അത് തെറ്റാണോ? സങ്കടം വരുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അല്ല, വാ വിട്ട് കരയരുതെന്ന് മാത്രം. അതേസമയം ഒന്ന് കരഞ്ഞെങ്കിൽ, അല്ലോന്ന് വിളിച്ചിട്ടൊന്ന് നിലവിളിച്ചെങ്കിൽ അതൊന്നും ഒരു അപകടമല്ല. അതേസമയം എന്താ പടച്ചോനെ നീ എന്നെ കൊണ്ട് കണ്ടത് എന്ന് ചോദിക്കരുത്. ഇതാണ് പ്രതിഷേധം അല്ലെ. ചെറിയ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടാകുമ്പോഴേക്കും, അല്ലെ വലിയ തന്നെ ഉണ്ടാകുമ്പോൾ, എന്താ പടച്ചോനെ ഇപ്പൊ ജയമുട്ടിനെ കൊണ്ട് കണ്ടത് എന്നുള്ള ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കരുത്. മറിച്ച്, പടച്ചോനെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്,
എനിക്ക് വേദന ഉണ്ടല്ലാ, സുജൂദും റുക്കുവൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ രോഗം ഒന്ന് സുഖപ്പെടുത്തി തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യാം. അത് സങ്കടം പറയലാണ്. സങ്കടം പറയാം, പ്രതിഷേധ സ്വരം പറ്റില്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന് രോഗമായി കിടക്കുമ്പോൾ സന്ദർശിക്കാൻ വന്ന സ്വഹാബത്ത് കേൾക്കെ അലി റളിയല്ലാഹു അൻഹു എന്ന് കരഞ്ഞപ്പോ സദസ്സിലുള്ള ഒരാൾ ചോദിച്ചു, അലി നിങ്ങളാണോ അള്ളാഹുവിനോട് സങ്കടം പറയുന്നത്? അള്ളാഹുവിൻ്റെ ഖളായിൽ സഹിക്കണ്ടേ, ക്ഷമിക്കണ്ടേ, എന്താ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വളരെ യുക്തമായി അതിന് മറുപടി പറഞ്ഞു, യുക്തിഭദ്രമായൊരു മറുപടി. അതിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു വാക്ക്, എത്ര ബുദ്ധിയുള്ള വാക്കാണ് തരുന്നത്. എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ അള്ളാഹുവിനോട് പ്രതിഷേധ സ്വരമല്ല ഉയർത്തിയത്. എന്താ പടച്ചോനെ എന്നെ കൊണ്ട് കണ്ടതെന്നല്ല, എന്തിനാ നീ എനിക്ക് രോഗം തന്നത് എന്ന് അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചിട്ടില്ല. മറിച്ച് ഞാൻ പടച്ചോനോട് സങ്കടം പറയാ, എനിക്ക് വിഷമുണ്ട് പടച്ചോനെ, സുഖപ്പെടുത്തി തരണം. അത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം പറയാൻ, എൻ്റെ ഹബീബ് അഥവാ അള്ളാഹു, എൻ്റെ ഹബീബ് എന്നെ പിടിച്ച് വേദനിപ്പിക്കുമ്പോ എനിക്ക് വേദനയാകുന്നില്ല എന്ന് പറയുന്നതല്ലല്ലോ ഭംഗി, വേദനയുണ്ടെന്ന് പറയലല്ലേ ഭംഗി. അതെ, അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല വശം വരുന്നത്. നമ്മൾ കുട്ടിക്കാലത്തേക്കൊന്നിന് മടങ്ങുക, വേഗം തിരിയാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോഴും ആലോചിക്കും, ബഹുമാനപ്പെട്ട മുണ്ടമ്പ്ര ഉസ്താദ്, മുണ്ടമ്പ്ര ഇബ്രാഹിം മുസ്ലിയാർ മുഷാവറ മെമ്പറായിരുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ഹയാത്തിലുള്ള കാലത്ത് ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോൾ മദ്രസയിൽ പോകുമ്പോൾ പേടിയാണ്, ഉസ്താദിനെ കണ്ടാൽ ഒളിഞ്ഞു പോകും. കാരണം കണ്ടാൽ വിളിക്കും, വിളിച്ചാൽ പിന്നെ പോകാതിരിക്കാൻ വയ്യല്ലോ. ചെന്നാൽ കൈ പിടിക്കും. കൈ പിടിച്ചിട്ടുണ്ട് ഒരു ഞെക്ക്, ശരിക്കും ഇങ്ങനെ 7 ആകാശമൊപ്പം ഇങ്ങനെ കാണും. അപ്പം ആ ഞെക്കുമ്പോൾ ഞങ്ങൾ കുട്ടികളായിരുന്ന കാലത്ത് ഹാന്ന് പറഞ്ഞിട്ട് കരയും, അല്ലെങ്കിൽ പിടിച്ചിട്ട് നന്നായി കടിക്കും, അപ്പോഴും കരയും. ഇത് കേട്ടാൽ ഉസ്താദ് ശരിക്കും ഇങ്ങനെ കുലുങ്ങി ഇങ്ങനെ ചിരിക്കും. ഇതിനാണ് ഉസ്താദ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരാൾ കൈ പിടിച്ച് ഞെക്കുമ്പോൾ നമ്മൾ മസിൽ പിടിച്ചിങ്ങനെ നിന്നാൽ ഒരനക്കൂല്ല മോനെ പറഞ്ഞാൽ ഈ ചെയ്യണാൾക്ക് ഇതിലൊരു സുഖം കിട്ടൂല. ഒന്ന് വേദനിക്കുമ്പോഴാണ് അയാൾക്ക് സുഖം കിട്ടുക, അയാൾ ലക്ഷ്യത്തിലെത്തുക അപ്പോഴാണ്. ഇതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞാൻ പടച്ചോൻ്റെ മുമ്പിൽ ഇങ്ങനെ മസിലും പിടിച്ച് കയ്യ അങ്ങനെയൊന്നും കാട്ടിയിട്ട് നമുക്കിപ്പോൾ അതൊന്നും യേശുന്നില്ല എന്നല്ല പറയാൻ പറ്റൂല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അതാ പറഞ്ഞത്, സങ്കടമാവാം, പ്രതിഷേധമാകരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ അവയവങ്ങളും അതതിന്റെ ശുക്റുകൾ നിർവഹിക്കണം. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ഫജ്റില്, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാദ്ദൂന അലാ തആമിൽ മിസ്കീൻ എന്ന് പറഞ്ഞിട്ട്, ആഹാ നീ പറയാ അള്ളാഹു എന്നെ ആദരിച്ചിരിക്കുന്നു, മുതലാളി അല്ല എന്നെ അവഗണിച്ചു എന്ന് പറയുന്നത് തെറ്റാ. എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പ്രതിഷേധിക്കാൻ പറ്റൂല. എൻ്റെ റബ്ബ് എന്നെ പരിഗണിച്ചില്ല എന്ന് പറയുന്ന ഒരു സ്വരം പാടില്ല. റബ്ബി അഹാനൻ, അത് തെറ്റ് തന്നെയാ. പക്ഷേ റബ്ബി അക്രമനി എന്ന് പറഞ്ഞത് എവിടെയാ തെറ്റാകുന്നത്? അതിനാണല്ലോ മറുപടി പറയുന്നത്. രണ്ടാമത്തേന് മറുപടി അറിയണ്ട, ഒന്നാമത്തേന് പറഞ്ഞാൽ മതി. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീമ വലാ തഹാദ്ദൂന അലാ തആമിൽ മിസ്കീൻ വതഅകുലൂന തുറാസ അക്ലൻ ലമ്മാ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. അങ്ങനെയാ വരുന്നത്, ഹുബ്ബൻ ജമ്മാ. അതെ, സാധുവിനെ ശ്രദ്ധിക്കാത്ത നീ, നിന്റെ അയൽപ്പക്കത്ത് പോലുള്ള യതീമിനെ ശ്രദ്ധിക്കാത്ത നീ, പട്ടിണി പാവത്തെ ശ്രദ്ധിക്കാത്ത നീ എവിടുന്നാ അത് അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തൊള്ള നിറച്ച് പറയാനായത്? എവിടുന്നാ ആചാര്യ മുതലാളിയായത്? അന്വേഷണം നടത്തിയാൽ മനസ്സിലാകും, പെങ്ങന്മാരെ മുഴുവനും പഞ്ഞി വെച്ചിട്ടാണ് ആചാര്യ മുതലാളിയായത്. പെങ്ങന്മാർ കൊടുക്കാനുള്ള അനന്തരം മുഴുവൻ ഇയാള് വയസ്സാങ്കാലത്ത് വാപ്പനോട് 10 റുപ്യന്റെ ഗുളിക വാങ്ങിക്കൊണ്ടുപോയി കൊടുത്തിട്ട് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി ഇയാളുടെ പേരിലാക്കിയതാ. എന്നിട്ട് ആചാര്യ ഇപ്പം ഇങ്ങനെ പറയാം, വളരെ സുഖാണ്, അള്ളാഹു എന്നെ വല്ലാതെ അനുഗ്രഹിച്ചു. ഇത് അനുഗ്രഹിച്ചതല്ല, നിങ്ങളൊരു വഴിക്കാക്കാനാണ് ഇത് തന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയണം. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട അനന്തര സ്വത്തുക്കൾ വെട്ടി വിഴുങ്ങിയിട്ട് സമ്പത്തിനോട് അമിതമായ ഭ്രമം വെച്ചിട്ട് സ്നേഹിക്കാം, പക്ഷേ ഭ്രമം പാടില്ല സമ്പത്തിനെ. ആ സമ്പത്തിനോട് അമിതമായ ഭ്രമമുള്ള നിങ്ങൾ സാധുക്കൾക്ക് കൊടുക്കാൻ തയ്യാറാകാത്തത് അതുകൊണ്ടാണ്, അവകാശപ്പെട്ടെടുത്ത് ചെലവാക്കാത്തത് അതുകൊണ്ടാണ്. അപ്പൊ ഈ ഭ്രമമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കെ എവിടെന്നാ നിങ്ങൾ പറയുന്നത് അല്ല നിങ്ങളെ പരിഗണിച്ചു? നിങ്ങൾക്കല്ല മുതൽ തന്നത് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാനാണ്. അത് ആഖിറത്തിൽ നിങ്ങൾ തിരിച്ചറിയും. മുതലാളി എന്നെ റബ്ബ് നിന്ദിച്ചോ എന്നും പറയരുത്. അയാളെ ഫക്കീറാക്കിയതിന്റെ ഗുണം ഒരു പക്ഷേ അയാൾ ആഖിറത്തിൽ പെട്ടെന്ന് കാണും.
ഒരു കാര്യം ഞാൻ പറയട്ടെ, സമൃദ്ധിയും ദാരിദ്ര്യവും രണ്ടും വിജയത്തിന്റെയും പരാജയത്തിന്റെയും മാനദണ്ഡങ്ങളല്ല. രണ്ടുമല്ല. സാധു ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് അങ്ങനെയും കരുതണ്ട, മുതലാളി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് അങ്ങനെയും കരുതണ്ട, മുതലാളി ആയതുകൊണ്ട് കുടുങ്ങിയെന്നും കരുതണ്ട. അതൊക്കെ അതിൻ്റെയൊക്കെ ഹൈറും ഷെറും യഥാർത്ഥത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നിട്ട് നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ കോലം പോലെയൊക്കെ ഉണ്ടാകും അതിൻ്റെ പര്യവസാനം. എൻ്റെ ഹൈറും ഷെറും തീരുമാനിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ നീങ്ങുന്നു, ഇതുമായിട്ടുള്ള സമീപനങ്ങൾ എങ്ങനെ, അത് നോക്കുമ്പോഴേ അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അവിടെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, സർവ്വ കാര്യങ്ങൾക്കും പടച്ചവനോട് നന്ദി പറയുക. അൽഹംദുലില്ലാഹ് ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്, ഷെയ്ഖ് അബൂ ഹാസിം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഉസ്താദായിരുന്നു. ആ ഷെയ്ഖ് അബൂ ഹാസിം തങ്ങളോട് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മാ ശുക്റുൽ ഐനൈൻ, രണ്ട് കണ്ണ് പാലിക്കേണ്ട നന്ദികൾ എന്താണ്, കണ്ണിന്റെ നന്ദി എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ, നിന്റെ രണ്ട് കണ്ണുകളുടെ നന്ദി പ്രകടനം, ഇദാ റഅയ്ത ബിഹിമാ ഖൈറൻ അഅലൻതാ വഇദാ റഅയ്ത ശർറൻ സതർതാ. ആ കണ്ണുകൊണ്ട് നീ വല്ല നന്മയും കണ്ടാൽ നീ അത് പരസ്യപ്പെടുത്തുക, ആ കണ്ണുകൊണ്ട് വേണ്ടാത്ത വല്ലതും കണ്ടാൽ സതർത നീ അത് മറച്ചു വെക്കുക. ഇതിന് നമുക്ക് കഴിയോ? ഇവിടെ നമുക്ക് നമ്മുടെ കണ്ണിന്റെ നന്ദി പ്രകടിപ്പിക്കാൻ കഴിയോ? ഞാൻ പറയുന്നത്, ആരെപ്പറ്റി ഹൈറ് കണ്ടാ പറയണം, ആരെപ്പറ്റി ഷെറ് കണ്ടാ മൂടി വെക്കണം എന്നാ പറഞ്ഞത്. മുസ്ലിം സഹോദരനെ പറ്റി ഷെറോ ഹൈറോ ആയ കാര്യം നിങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ നിങ്ങളുടെ കണ്ണിന്റെ ഏറ്റവും വലിയ നന്ദി, പടച്ചവനോടുള്ള നന്ദി, അള്ളയാണ് നിങ്ങൾക്ക് കണ്ണ് തന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ട ഹൈറ് നിങ്ങൾ പരസ്യപ്പെടുത്തുക, ആ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ട ഷെറ് നിങ്ങൾ മൂടി വെക്കുക. അതിന് ഞാൻ കൊണ്ടുവരുന്ന ഉദാഹരണം അയൽക്കാരനെയാണ്. അതാ നന്നാവുക കൂടുതൽ. നിങ്ങളെ സ്വന്തം അയൽവാസി, അയാളെപ്പറ്റി പുറത്ത് പറയാൻ പറ്റിയ ഒരു നന്മ നിങ്ങൾ കണ്ടു, നിങ്ങളത് പറയണം. അയാളെപ്പറ്റി പറയാൻ പറ്റാത്ത ഒരു സംഗതി നിങ്ങൾ കണ്ട് നിങ്ങളത് മൂടി വെക്കണം. എന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ മൂടി വെക്കേണ്ട പരലോകത്ത് അള്ളാഹു നിങ്ങളെ വഷളത്തരങ്ങൾ മൂടി വെക്കും. എന്തിനാ ഈ അയൽക്കാരനെ തന്നെ പറഞ്ഞത് കാര്യോ? അയൽക്കാരൻ്റെതാണ് നമുക്ക് തീരെ സഹിക്കാത്തത്. അയൽക്കാരൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഷെറ് കണ്ടിട്ട് അത് മൂടി വെക്കാൻ നമുക്ക് കഴിയൂല. അയാൾ എങ്ങനെയൊക്കെ വഷളാക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുക. അയൽക്കാരനുമായിട്ടുള്ള ബന്ധം പലപ്പോഴും നല്ല ബന്ധമായിരിക്കൂല. അതിനുവേണ്ടി പറഞ്ഞതാ അയൽക്കാർ. അതുകൊണ്ടാണല്ലോ ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ജാറിന്റെ കാര്യം ഖുർആൻ പ്രത്യേകം എടുത്തു പറയാണ്. അയൽക്കാരോട് നല്ല ബന്ധം പുലർത്തണം, അപ്പോഴേ ഒരു മൂമിനാവുള്ളൂ. അയൽക്കാരനോട് നല്ല ബന്ധം പുലർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യഅ്മന ജാറുഹു ബവാഇഖാ. ഇവന്റെ പാരപണിയലുകളിൽ നിന്ന് അയൽക്കാരന് എന്നാണോ നിർഭയത്തുണ്ടാകുന്നത്, ഇവൻ എപ്പോഴാ പാര വെക്കുക നോക്കി നടക്കുകയാണ് അയൽവാസി എന്ന് പറഞ്ഞാൽ അത്രയും മോശപ്പെട്ടവനാണ് ഇവന്. ഇവന്റെ അയൽവാസിക്ക് ഇവൻ പാര വെക്കുന്നുള്ള പേടി എന്നാണോ തീരുന്നത് അന്നേ അയാൾ മൂമിനാവുള്ളൂ. അയൽവാസിക്ക് പാര വെക്കാൻ പോകരുത്, ഒരു കാര്യം കൊണ്ടും അവനെ വഞ്ചിക്കാൻ പോകരുത്. നിന്റെ കുതന്ത്രങ്ങളെ തൊട്ട് അയാൾ പൂർണ്ണമായിട്ടും നിർഭയനാവണം. അപ്പൊ അതിനുവേണ്ടി പറഞ്ഞതാണ് ആ ഉദാഹരണം പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബൂ ഹാസിം തങ്ങളോട് ചോദിച്ചു, ഫമാ ശുക്റുൽ ഉദുനൈൻ, ചെവിയുടെ ശുക്ർ എന്താണ്? ഇദാ സമിഅത ബിഹാ ഖൈറൻ വഅയ്ത വഇദാ സമിഅത ബിഹിമാ ശർറൻ ദഫൻത. അതെ, ആ ചെവി കൊണ്ട് നീ നന്മ കേട്ടാൽ നീ അത് ഉൾക്കൊള്ളണം. ആരോ നിന്നോട് സതുപദേശം നടത്തിയാൽ ചെവിയുടെ ധർമ്മമാണ് അത് ഉൾക്കൊള്ളുക. ആ കേട്ടത് നീ ഉൾക്കൊണ്ടാളാ. അതേസമയം ആരോ നിന്നെ വേണ്ടാത്തരത്തിലേക്ക് ക്ഷണിച്ചു, നിന്നോട് ഷെറ് പറഞ്ഞാൽ നീ അത് കേട്ടില്ല എന്ന് വെക്ക്, ദഫൻതഹു, നീ അത് മണ്ണിട്ട് മൂടണം. അതിന്റെ പിന്നാലെ പോകരുത്, അത് ഉൾക്കൊള്ളരുത്. ചീത്ത പറഞ്ഞു തരുന്നവനെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വയറിന്റെ ശുക്ർ എന്താന്ന് ചോദിച്ചു. വയറുകൊണ്ടുള്ള ശുക്ർ നന്ദി എങ്ങനെയാ ഉണ്ടായിത്തീരുക? മഹാനവറുകൾ പറഞ്ഞു, അയ്യകൂന അസ്ഫലുഹു സബ്റാ വഅലാഹു ഇൽമാ. എന്താണ് ആ വാക്കൊക്കെ? ഷെയ്ഖ് അബൂ ഹാസിം തങ്ങൾ, ഒരാൾ വയറുകൊണ്ട് ഷാക്കിറാകൽ എപ്പോഴാണ്? വയറുകൊണ്ട് അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞവനാകൽ എപ്പോഴാണ്? അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചവനാവൽ എപ്പോഴാണ്? പള്ള നിറച്ച് ഇൽമും സബ്റും ആവണം. അതിനെ എന്റെ മറുപടി. അയ്യകൂന അസ്ഫലുഹു സബ്റാ വഅലാഹു ഇൽമാ. വയറിന്റെ
അടിഭാഗം ക്ഷമയും മുകൾ ഭാഗം ഇൽമുമാവണം, അപ്പോഴേ ശരിയാവുള്ളൂ. ആ പറഞ്ഞതൊക്കെ എന്താണെന്നറിയാം നിങ്ങൾ? വയറിനെ രണ്ടായി വീതിക്കുക. അടിയിലെ തട്ട് മുഴുവൻ ക്ഷമ എന്ന് പറഞ്ഞാൽ എത്ര വിശപ്പുണ്ടെങ്കിലും സഹിച്ചോളുക. അതേസമയം മുകളിലെ ഭാഗം അവിടത്തേക്കാണ് ഖൽബ് വരുന്നത്, അതുകൊണ്ട് അത് മുഴുവൻ ഇൽമു ആവാൻ. അപ്പൊ പള്ളറച്ച് സ്വബുറോ ഇൽമു ഉണ്ടായാൽ ശരിക്ക് ബത്തുനിന്റെ ശുക്രായി, വയറിന്റെ ശുക്രായി. എത്ര കൃത്യമായ മറുപടികളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പറഞ്ഞതൊക്കെ. വീണ്ടും ചോദിച്ചു, ലിംഗത്തിന്റെ ശുക്ർ എന്താണ്? അള്ളാഹു ലിംഗം എന്ന അവയവം നമുക്ക് പഠിച്ചു തന്നു. ആ ലിംഗം കൊണ്ട് ചെയ്യുന്ന ശുക്ർ എന്താണ് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതിങ്ങനെ ചോദിക്കണോ? അല്ലാഹ് തന്നെ പറഞ്ഞതല്ലേ, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഓരോ അവയവങ്ങളെ കുറിച്ച് അങ്ങ് പറഞ്ഞു. അനുവദിക്കപ്പെടാത്തിടത്ത് ആ ലിംഗം അവൻ ഒരിക്കലും കൊണ്ടുപോയി ഉപയോഗിക്കാൻ പാടില്ല. അതേസമയം അവൻ അനുവദിച്ചെടുത്ത് അവന്റെ ഭാര്യ, അവന്റെ അടിമകൾ, അവിടെ മാത്രമേ അവന്റെ ലൈംഗിക ദാഹം അവൻ തീർക്കാൻ പറ്റൂ. അതാണ് അനുവദിക്കപ്പെട്ടെടുത്ത് പോവുക, അനുവദിക്കപ്പെടാത്തിടത്ത് നിന്ന് വിട്ടുനിൽക്കുക. ഇതാണ് ഫർജിന്റെ ശുക്ർ എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹാസിം റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തി. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു. രണ്ട് കാലുകളുടെ ശുക്ർ, നല്ലതിലേക്ക് നടക്കുക. നിനക്ക് വെറുപ്പാണ്, അള്ളാഹുവിന് വെറുപ്പാണ് എന്ന് തോന്നുന്ന സകല കാര്യങ്ങളിൽ നിന്നും നീ മാറി നിൽക്കുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്രയെത്ര സംഭവങ്ങൾ ആ വഴിക്ക് കടന്നാൽ നമ്മൾ ഒരുപാട് സംസാരിക്കണം. സംഭവങ്ങളുടെ ലോകത്തേക്ക് വന്നാൽ ഹംദ് പറയുന്നിടത്ത് മഹാന്മാരൊക്കെ വിജയിച്ചത് എത്ര ഭംഗിയായിട്ടാണ്. ഞാൻ നാളെ പറയുന്നുണ്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ ഇവിടെ പരാമർശിക്കും. ആ സമയത്ത് ഇതിനും കൂടെ അത് തെളിവാകും. ഇന്ന് പറയുന്നതിനും കൂടെ പറ്റിയ ഒരു സംഭവമാണ്. നാളെ ഇൻഷാ അല്ലാഹ് പറയാ. വേറെ കുറെ സംഭവങ്ങൾ അള്ളാഹുവിന് നന്ദി പ്രകടിച്ചവർ നേടി, അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചവർ നേടി. അത് പ്രകടിപ്പിക്കാൻ സൗകര്യമില്ലാത്തവരൊക്കെ കഷ്ടപ്പെട്ടു പോയി. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഏതൊരു നിഅ്മത്ത് പടച്ചോന്റെ ഭാഗത്തു നിന്ന് കിട്ടിയാലും നമ്മൾ അതിന് നന്ദി പറയുന്നവരായിരിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അള്ളാഹുവിന്റെ വക ഒരു വിളിയാളമുണ്ട്. അതാ വിളിച്ചു പറയുന്നു. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നു. യുനാദാ യൗമൽ ഖിയാമ. എന്താണ് അനൗൺസ്മെന്റ്? ലിയഖുമിൽ ഹമ്മാദൂൻ, ലിയഖുമിൽ ഹമ്മാദൂൻ. അള്ളാഹുവിനെ സ്തുതിച്ച് കഴിഞ്ഞുകൂടിയവരാരാ ഉള്ളത്? അവര് വേഗം എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. അപ്പൊ ഒരു കൂട്ടം ആളുകൾ ഇങ്ങ് എഴുന്നേൽക്കും. അവർക്കൊരു കൊടിയും സ്ഥാപിച്ചു കൊടുക്കും. ആ കൊടി അങ്ങ് കയ്യിൽ കൊടുത്തിട്ട് ആ കൊടിയും പിടിച്ചവർ ഫയദ്ഖുലൂനൽ ജന്ന, ആ ലിവാഉമായിട്ട് അവർ നേരെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നുപോകും. ഉടനെ ചോദിക്കുന്നു, ആരാണ് ഈ ഹമ്മാദീങ്ങൾ? അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ എന്ന് പറഞ്ഞത് ആരാണ്? ഹമ്മാദീങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ്? അല്ലദീന യശ്കുറൂനല്ലാഹ അലാ കുല്ലി ഹാൽ. എല്ലാ അവസ്ഥയിലും പടച്ചോനെ സ്തുതിക്കുന്നത് വരുത്തരെ തന്നെ. അല്ലദീന യശ്കുറൂനല്ലാഹ അലസ്സറാഇ വദ്ദറാ. പ്രതിസന്ധി ഘട്ടത്തിലും സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും രണ്ടിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിന് വലിയ മഹത്വമുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇത് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഉണ്ടാകും തോറും നമുക്ക് ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അത് തീരൂല, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് തീരൂല. എന്നാലും അത് പറയുന്നതിന്റെ നേട്ടം നമുക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ അള്ളാഹു ഒരു അനുഗ്രഹം ചെയ്തു തന്നു, അതിന് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു, അൽഹംദുലില്ലാഹ്. വീണ്ടും നമ്മൾ നന്ദി പറയാൻ ബാധ്യസ്ഥരാണ്. ഈ അൽഹംദുലില്ലാഹ് പറയാൻ അള്ളാഹുവാണ് നമ്മുടെ നാക്ക് ചലിപ്പിച്ചത്. അത് പറയാൻ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചു തന്നത് അള്ളാഹുവാണ്. അപ്പൊ ഈ അൽഹംദുലില്ലാഹ് പറയാൻ കഴിഞ്ഞതിന്റെ പേരിൽ പിന്നെയും ഹംദ് ചെയ്യണം. ഒരു നിസ്കാരം നിർവഹിച്ചാൽ അത് അള്ളാഹുവിനുള്ള ഹംദാണ്. പക്ഷേ ഹംദിന്റെ പേരിൽ പിന്നെയും ഹംദ് വേണം. ശുക്റിന് ശുക്ർ നിർബന്ധമായി വരുന്ന ഘട്ടം, ശുക്റിന് ശുക്ർ നിർബന്ധമായി വരുന്ന ഘട്ടം. എത്ര ഘട്ടങ്ങളുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇങ്ങനെ ഇതിൽ നമ്മൾ ഇതൊക്കെ ആലോചിക്കേണ്ട സംഗതികളാണ്. ശുക്റിന് ശുക്ർ നിർബന്ധമാകുന്ന ഘട്ടങ്ങൾ വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് വളരെ പ്രതിഫലാർഹമായൊരു സംഗതിയാണ്. നിങ്ങൾ എന്നെ ഓർത്തോ, ഞാൻ നിങ്ങളെയും ഓർക്കും. എന്നോട് ശുക്ർ ചെയ്തോ.
എന്നോട് നന്ദികേട് കാണിക്കണ്ട. പടച്ചറബ് പറഞ്ഞു, ഉദ്കുറൂനി ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഒരു ഹംദിന്, ഒരു നിഅ്മത്തിന് നമ്മൾ ഹംദ് പറഞ്ഞാൽ വീണ്ടും അതിന് ഹംദ് പറയേണ്ടി വരികയാണ്, വീണ്ടും അതിന് ശുക്ർ പറയേണ്ടി വരികയാണ്, ആ ശുക്രിന് വീണ്ടും ശുക്ർ പറയേണ്ടി വരികയാണ്. ഇങ്ങനെ പോയാൽ ഇത് അവസാനിക്കാത്ത ശൃംഖലയാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മഹ്മൂദിനിൽ വറാഖ് റഹിമഹുല്ലാ. ബഹുമാനപ്പെട്ടവർ പാടിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കവിതയുണ്ട്. ഇദാ കാന ശുക്റുല്ലാഹി ലില്ലാഹി നിഅ്മതൻ അലയ്യാ ലഹു ഫീ മിസ്ലിഹാ യജിബു ശുക്റു ഫകൈഫ ബുലൂഗു ശുക്രി ഇല്ലാ ബിഫദ്ലിഹി വഇൻ ത്വാലത്തിൽ അയ്യാമു വത്തസലൽ ഉമറു ഇദാ മസ്സ ബിസ്സറാഇ അമ്മാ സുറൂറുഹാ وإن مس بالضراء عقابها الأجر فما منهما إلا له فيه نعمة تضيق به الأوهام والسر والجهر. എല്ലാം ഉൾക്കൊണ്ടൊരു കവിതയാണിത്. അള്ളാഹുവിന് ശുക്ർ ചെയ്യാ എന്ന് പറയുന്നത്, ആ ശുക്ർ ചെയ്യാനുള്ള അവസരം അല്ലാഹ് തന്നത്, അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മുടെ നാക്കിന് ഖുവ്വത്ത് തന്നത്, ശക്തി തന്നത് അല്ലാഹ് ചെയ്ത മറ്റൊരു അനുഗ്രഹമാണെങ്കിൽ പടച്ചോനെ അതിനും ശുക്ർ നിർബന്ധമാവുകയാണെങ്കിൽ, ഇങ്ങനെ പോവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഉദാരമായ അനുഗ്രഹം കൊണ്ടല്ലാതെ എവിടെന്നാ ശുക്ർ പൂർത്തിയാകുക? പ്രായം ഇനി ഒരു 55 അങ്ങ് കിട്ടി, ഒരു 10 90 വയസ്സ് വരെ അങ്ങ് കിടന്നു, ഞാൻ നിസ്കരിച്ചു, നോമ്പ് പോറ്റു, അള്ളാഹുവിന് ശുക്ർ പറഞ്ഞു. അതൊന്നും അള്ളാഹുവിന് യോജിച്ച ശുക്റാകൂലല്ലോ. ഞാൻ എത്ര പറഞ്ഞാലും അതങ്ങോട്ട് എത്തൂലല്ലോ. എത്ര പ്രായം പിന്നിട്ടാലും, എത്ര ദിവസങ്ങൾ ദീർഘിച്ചാലും, എൻ്റെ ശുക്റുകൾ എത്ര നീളമുള്ള ശുക്റുകളാണെങ്കിലും അതിനൊക്കെ വീണ്ടും വീണ്ടും ശുക്റുകൾ എനിക്ക് ബാധ്യതയായി വരല്ലേ. അപ്പൊ എന്നും ഞാൻ തോൽക്കും, അനുഗ്രഹങ്ങൾ ജയിക്കും. ശുക്ർ ചെയ്യുന്ന ഞാൻ തോൽക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ജയിക്കും. അള്ളാഹുവിന്റെ ഒരനുഗ്രഹം നിങ്ങൾ എണ്ണാൻ ഒരുങ്ങിയാൽ അതുപോലും നിങ്ങൾക്ക് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. അതിന്റെ രണ്ടർത്ഥമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്നും അർത്ഥം പറയാം, അറബി ഭാഷ അറിയുന്നവർക്ക് ഏതറിയുള്ളൂ. അതേസമയം അള്ളാഹുവിന്റെ ഒരനുഗ്രഹം എന്നും അർത്ഥം പറയാം. വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ അങ്ങനെയാണ്. പിന്നെ അള്ളാഹ് എന്നതിലേക്ക് ഇളാഫത്ത് ചെയ്ത് ചേർത്ത് പറഞ്ഞതുകൊണ്ട് നിഅ്മത്തി എന്നതിന് ബഹുവചന അർത്ഥവും ഉദ്ദേശിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അതിന്റെ നേരെ അർത്ഥം അള്ളാഹുവിന്റെ ഒരനുഗ്രഹം. അതുകൊണ്ടാണ് ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കിതാബുൽ മഹല്ലിയിൽ എഴുതിയത് കാണാം, എന്ത് അള്ളാഹുവിന്റെ ഒരനുഗ്രഹം തന്നെ ലോകത്തൊരാൾക്കും എണ്ണി തീർക്കാൻ പറ്റാത്തതാണ്. ഇപ്പൊ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു അനുഗ്രഹം നോക്കിയാൽ ആ ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു നമ്മൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നിങ്ങോട്ട് വിലയിരുത്തിയാൽ, അതിന് വിലക്കെട്ടിയാൽ നമുക്ക് വിലക്കെട്ടാനാവോ? പല്ല്, അണ്ണാക്ക്, നാക്ക്, ചെറുനാക്ക്, അന്നനാളം, ചെറുകുടല്, വൻകുടല്, ദഹനപ്രക്രിയ, ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാം ഇങ്ങോട്ട് ആലോചിക്കാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അതിലേതെങ്കിലും ഒന്നിന് കേടുപാട് പറ്റി നോക്കണം. ഒരു വാൾവിന് എവിടെയെങ്കിലും ഒരു വീക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ അത് നേരെയാക്കണമെങ്കിൽ 5, 6, 7, 10 ലക്ഷം അതിൻ്റെ മുമ്പിൽ നിസ്സാരമാണ്. ഒരു കാല് കേടുവന്നു, അത് മാറ്റിവെക്കണമെങ്കിൽ, ആ കാലൊന്ന് മാറ്റിവെക്കൽ, കൃത്രിമ കാല് വെക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്ത അനുഗ്രഹങ്ങൾ. ഒരൊറ്റ അനുഗ്രഹം ഇമാം മഹല്ലി എടുത്തത് തന്നെ ഇത്വാം, ഭക്ഷിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു ചെയ്തു തന്നൊരു അനുഗ്രഹമാണ്. അതെടുത്തു നോക്ക്, അതിനെ ചുറ്റിപ്പറ്റിയുള്ളത് നിനക്ക് എണ്ണി തീർക്കാൻ പറ്റുമോ? ഒന്നും എണ്ണി തീർക്കാൻ പറ്റൂല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായി പറഞ്ഞത് ഞാൻ വഷളാകുക എന്നല്ലാതെ കഴിയൂല. തബാറക മൻ ശുക്റുൽ വറാ അൻഹു യഖ്സുറു ലികൗനി ആയാതി ജൂദിഹി ലൈസ തുഹ്സറു വശാകിറുഹാ യഹ്താജു ശുക്റൻ ലിശുക്രിഹാ കദാലിക ശുക്റു ശുക്രി യഹ്താജു യശ്കുറു. ഇമാം യാഫിഈ തങ്ങൾ പറഞ്ഞു. ഇതേ അർത്ഥത്തിൽ തന്നെയുള്ള വേറൊരു പാട്ടാണ്. അർത്ഥം പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്ന് പറഞ്ഞാൽ ഒരു ശുക്ർ ചെയ്താൽ അതിന് വീണ്ടും ഒരു നന്ദി പറയേണ്ടടുത്താണ് നമ്മുടെ കടപ്പാട് കിടക്കുന്നത്. എവിടെന്നാ നമുക്ക് പടച്ചവനോട് ബാധ്യതകൾ തീർക്കാൻ കഴിയാം. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി പറയണം. നന്ദിയുള്ള അടിമകളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നന്ദിപൂർവ്വം ഓർക്കും, ഉറപ്പാണ്. അള്ളാഹു നന്ദിപൂർവ്വം ഓർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു വീണ്ടും അനുഗ്രഹങ്ങൾ ചെയ്തു തരിക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം.
അള്ളാഹു നമ്മുടെ അധ്വാനങ്ങളൊക്കെ നന്ദിപൂർവ്വം സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. സഅയ്യു, നിങ്ങളുടെ സഅയ്, നിങ്ങളുടെ അധ്വാനം അള്ളാഹു മഷ്കൂറാക്കും എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ. എന്ന് പറഞ്ഞാൽ നന്ദിപൂർവ്വം അത് കബൂലാക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അള്ളാഹുവിന് നമ്മളോട് നന്ദി കാണിക്കേണ്ട ഒരു സംഗതിയില്ല. പക്ഷെ നന്ദിപൂർവ്വം അള്ളാഹു അത് സ്വീകരിക്കുക. ഇത് നമ്മുടെ ബാധ്യതയാണ് നാം നിർവഹിച്ചത്. എന്നാലും അത് നിർവഹിക്കാത്ത അനേകായിരങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ അത് നിർവഹിക്കുന്നവനോടൊരു സന്തോഷം തോന്നുക അള്ളാഹുവിന്. ഇതാണ് മഷ്കൂറാവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നോക്കൂ, നിങ്ങളൊരു രോഗി, സയ്യിദുനാ റസൂലുള്ളാഹി പറയുന്ന ഒരു ഉദാഹരണമാണ്. അതാഉ ഇബ്നു യസാർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു, ഒരടിമ രോഗിയായാൽ ബഅസല്ലാഹു ലഹു മലക്കൈൻ, അള്ളാഹു ആ രോഗിയുടെ അടുത്തേക്ക് 2 മലക്കുകളെ അയക്കുന്നു. ശ്രദ്ധിച്ചോളൂ, മുസ്ലിമീങ്ങളായ നമുക്കിതൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. നമ്മൾ രോഗത്തിൽ കിടന്നാൽ ഉടൻ അള്ളാഹു 2 മലക്കുകളെ അയക്കുന്നു നമ്മളെ നിരീക്ഷിക്കാൻ. എന്നിട്ടോ അള്ളാഹു പറയും, ഉൻദുർ, ഓരോ മലക്കുകളോടും അല്ലാഹു പറയാണ്, നിങ്ങൾ പോയിട്ട് നോക്കണം. എന്താ നോക്കേണ്ടത്? മാദാ യഖൂലു ലിഉവാദിഹി, മാദാ യഖൂലു ലിഉവാദിഹി, ഇവന്റെ സന്ദർശകരോട് എന്താ പറയുന്നതെന്നൊന്ന് നോക്കിയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. എന്നാൽ രോഗിയാകുമ്പോൾ രോഗം കാണാൻ കുറെ ആളുകൾ വരുമല്ലോ. അപ്പൊ അവരോട് ഇവൻ പറയുന്ന വർത്താനത്തിൽ അള്ളാഹുവിനോടുള്ള നന്ദി ഉണ്ടാവും, നന്ദികേടും ഉണ്ടാവും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത് എന്താ അറിയില്ല ഉസ്താദെ പടച്ചോൻ കണ്ടത് എന്ന് പറഞ്ഞ ശൈലി. അയൽപക്കത്ത് അബൂക്കർ അവിടെ ഉണ്ടല്ലോ, ഓനൊന്നുമില്ല, എനിക്ക് ഈ 3 കൂടെ തരേണ്ടിയിരുന്നോ എന്ന് ചോദിച്ച ശൈലി. ഇതൊക്കെ പടച്ചോൻ രേഖപ്പെടുത്തി, മലക്കുകൾ രേഖപ്പെടുത്തിയിട്ട് കൃത്യമായി വിവരം നൽകുകയാണ്. അള്ളാഹു അപ്പോൾ അറിയുന്നുണ്ട്, അതോടൊപ്പം മലക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ പിന്നെ എങ്ങനെയാണ് പടച്ചറബിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവുക? ആലോചിക്കണം. അപ്പൊ എന്താണ് അവനെ സന്ദർശിക്കുന്നവരോട് പറയുന്നത് എന്ന് നോക്ക്. ഫഇൻ ഹുവ ഇദാ ജാഅഹു ഹമിദല്ലാഹ വഅസ്ന അലൈഹി, ഈ മലക്കുകൾ ഈ ആള് വന്നപ്പോൾ, സന്ദർശകൻ വന്നപ്പോൾ അയാൾ അള്ളാഹുവിനെ സ്തുതിച്ചു, അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് ഇപ്പോ ആചാര്യ ഇപ്പോഴത്തെ അവസ്ഥ? എന്താ രോഗത്തിന്റെ? അൽഹംദുലില്ലാഹ് സുഖാണ്, ഇത്രയും വൈക്കുമല്ലോ, അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കിട്ടല. സുബ്ഹാനല്ലാഹ്. 2 കയ്യുമില്ല, 2 കണ്ണുമില്ല, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ. വളരെ കഷ്ടപ്പാടാണ് നമുക്ക് കണ്ടാ തോന്നുന്നത്. ആ മനുഷ്യനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഉസ്താദേ 2 കാലിന് അള്ളാഹു കുഴപ്പമൊന്നും തട്ടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. ഇതാണ് നന്ദിയുള്ള അടിമ എന്ന് പറഞ്ഞാൽ. നന്ദിയുള്ള അടിമ എന്ന് പറഞ്ഞാൽ ഇതാണ്. അവനേക്കാൾ താഴെ പടിയിലേക്ക് അവൻ നോക്കുന്നത്. അതുമില്ലാത്തവരില്ലേ, ഇങ്ങനെ നോക്കുമ്പോ അവന് ശുക്രിന്റെ മനസ്സുണ്ടാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ തന്നതൊക്കെ, എനിക്കല്ല തന്നതൊക്കെ, ഇതൊക്കെ ഇപ്പൊ എന്റെ പവർ കൊണ്ട് കിട്ടിയതാണോ, വെറുതെ കിട്ടിയതല്ലേ, അതിന് തന്നെ നമുക്ക് ശുക്ർ പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ അള്ളാഹുവിന് നന്ദി പ്രകടനമാണ് ഇവന്റെ ഭാഗത്ത് നിന്ന് വരുന്നതെങ്കിൽ 2 മലക്കുകളും ഈ റിസൾട്ടാണ് കൊണ്ടുപോകുക അള്ളാഹുവിലേക്ക്. അള്ളാഹുവിന് നേരത്തെ അറിയാം, എന്നാലും ആധികാരികമായ ഒരു രേഖ സൂക്ഷിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ദാ ഇങ്ങനെയാണ് നിങ്ങൾ എന്റെ അടിമയെ കണ്ടതല്ലേ, എങ്കിൽ അബ്ദി അലയ്യ ഇൻ തവഫൈതുഹു അൻ ഉദ്ഖിലഹുൽ ജന്ന വ ഇൻ ശഫൈതുഹു അൻ ഉബദ്ദിലഹു ലഹ്മൻ ഖൈറൻ മിൻ ലഹ്മിഹി വ ദമൻ ഖൈറൻ മിൻ ദമിഹി വ അൻ നുകഫിറ അൻഹു സയ്യിആതി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താ പറയുന്നത്? എന്റെ അടിമയെ ഈ രോഗത്തിൽ ഞാൻ മരിപ്പിക്കുകയാണെങ്കിൽ അവനെ സ്വർഗത്തിൽ കടത്തുട്ടോ റബ്ബ്. കാരണം നന്ദിയുള്ള അടിമയാണല്ലോ, അതുകൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിൽ കടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ അവനെ സുഖപ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ ഞാൻ അവന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട മാംസം ഞാൻ നൽകും, ഇപ്പോൾ ഉള്ളതിനേക്കാൾ തെളിഞ്ഞ ബ്ലഡ്, ചോര, അതും അവന് നൽകും. ഞാൻ നൽകാൻ തീരുമാനിച്ചു. അപ്പൊ അയാളുടെ ആരോഗ്യം ഒന്ന് ഉഷാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? രോഗത്തിൽ കിടക്കുമ്പോൾ അള്ളാഹുവിനെതിരെ പ്രതിഷേധ സ്വരം ഉയരാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സങ്കടങ്ങളാവാം, പഠിച്ചോനെ വയ്യ, തീരെ വയ്യ, സുഖപ്പെടുത്തണേ എന്ന് പറയാം. പക്ഷെ എനിക്ക് എന്തുകൊണ്ട് എന്നെ നീ ഇങ്ങനെ ആക്കിയെന്ന് ചോദിക്കാൻ അവകാശമല്ല, ഒരു മനുഷ്യനും അവകാശമല്ല. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ 1-ാമത്തെ വാക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ശേഷമുള്ള വാക്കുകൾ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹു. ഇനി ഇത്
ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകണമെങ്കിൽ ഓരോ ആയത്തിനും ഓരോ ദിവസം വേണം. എന്നാൽ നമുക്ക് ഭംഗിയായിട്ട് കുറേയൊക്കെ ഈ വിഷയങ്ങൾ പറയാൻ പറ്റും. നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ടൊരു പറച്ചിൽ പറയാനേ കഴിയുള്ളൂ. റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവാണ്. ഈ ലോകത്തെ മുഴുവൻ പോറ്റി വളർത്തുന്നത് റബ്ബാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസം അതല്ലേ? അള്ളാഹുവാണ് ഇതൊക്കെ നമുക്ക് ചെയ്തു തരുന്നതെങ്കിൽ ഓരോ സംഗതിക്കും നാം അള്ളാഹുവിനോട് നന്ദി പറയേണ്ടതില്ലേ? ഓരോന്നിനും നമ്മൾ അള്ളാഹുവിനോട് കടപ്പെട്ട് നിൽക്കുന്നില്ലേ? ആ കടപ്പാട് നാം കാണിക്കേണ്ടതില്ലേ? ഓർക്കണം, അള്ളാഹുവിനോട് കാണിക്കണം. റബ്ബിൽ ആലമീൻ, ഏതെല്ലാം തരത്തിലുള്ള സംരക്ഷണങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയത്? ആലോചിക്കേണ്ടത്. ഞാൻ പറയണമെന്ന് കരുതിയിരുന്നത്, നമുക്കല്ല നൽകിയ ആരോഗ്യം, നമുക്കല്ലാഹു നൽകിയിരിക്കുന്ന സൗന്ദര്യം, നമുക്കല്ലാഹു നൽകിയിരിക്കുന്ന വിവേകം, നമുക്കല്ലാഹു നൽകിയിരിക്കുന്ന തറവാട്, നമുക്കല്ലാഹു നൽകിയിരിക്കുന്ന ജ്യേഷ്ഠാനുജന്മാര്, നമുക്കല്ലാഹു നൽകിയിരിക്കുന്ന ഉമ്മയും വാപ്പയും, ഇതൊക്കെ എല്ലാം അനുഗ്രഹങ്ങളായി തോന്നുന്നുവെങ്കിൽ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞതിന്റെ ഭാഗമല്ലേ അതൊക്കെ? ഇനി അർറഹ്മാനിർ റഹീം, റബ്ബിൽ ആലമീൻ എന്ന് സൂചിപ്പിക്കുന്നത് അർഹതയുടെ പേരിൽ അള്ളാഹുവിന് ഹംദ് പറയാൻ അവകാശമുണ്ടെന്നാണ്, അള്ളാഹുവിന് അർഹതയുണ്ടെന്നാണ്. രണ്ടാമത്തേത് വസൂലാക്കൽ ലക്ഷ്യത്തിൽ ഒരാൾ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെയാണ് പുകഴ്ത്തേണ്ടത്. കാരണം അവനെ പൊക്കിപ്പറഞ്ഞാൽ വെറുതെ ആകൂല. പലരെയും പൊക്കിപ്പറഞ്ഞ് സ്റ്റേജിലിട്ട് സ്പ്രിങ് കളിപ്പിച്ച് നമ്മൾ നമ്മുടെ കാര്യം നേടിയെടുക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ പടച്ചോനെ പൊക്കിപ്പറഞ്ഞാൽ അള്ളാഹു വെറുതെയാക്കില്ല. അതാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പടച്ചോനെ നെയ്യല്ലാത്ത ഒരു പടപ്പിനെ പുകഴ്ത്തുക എന്നുള്ളത് എനിക്ക് തീക്കുണ്ടാരത്തിലേക്ക് കാലുവെക്കും പോലെയാണ്. എന്റെ കാര്യം നോക്കാൻ നീ തന്നെ ഇല്ലേ? അതുകൊണ്ട് എനിക്ക് വെള്ളം വേണം, ഭക്ഷണം വേണം എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞപ്പോൾ അള്ളാഹു കൊടുത്തു. നാളെ പറയും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്, അവിടെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അള്ളാഹു കൊടുത്തു അത്ഭുതകരമായ രൂപത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് നൽകി. ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, മുണ്ട് നൽകി. എവിടെ നിന്ന് കിട്ടി? അള്ളാഹുവിനോട് ശുക്ർ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം, അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു എന്നുള്ള കാരണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു എന്ന കാരണം. അപ്പൊ അതേ സംഗതി തന്നെയാണ് നമ്മളിലും ഉണ്ടാവേണ്ടത്. അർ-റഹ്മാൻ, ഈ ലോകത്ത് അനുസരിച്ചവനെന്നോ അനുസരിക്കാത്തവനെന്നോ നോക്കിയിട്ട് നോക്കാതെ അനുഗ്രഹം ചെയ്യുന്നവൻ അർ-റഹ്മാൻ. ഈ ലോകത്ത് അനുസരിച്ചവനെന്നോ അനുസരിക്കാത്തവനെന്നോ മാറ്റല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കൾക്കും ഭക്ഷണമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിരോധികൾക്കും ഭക്ഷണമുണ്ട്, എല്ലാവർക്കും കൊടുക്കും. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവണം എന്നില്ല ഭക്ഷണം കിട്ടാൻ. അതെന്തേ അങ്ങനെ? പരീക്ഷണ നാളുകളിൽ പരീക്ഷണം എന്നത് വിജയകരമായി നടപ്പിലാക്കണമെങ്കിൽ അങ്ങനെ ആവണം. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ശരിക്ക് പരീക്ഷണ നാളുകളാണ്. ആരാ ഞാൻ പറഞ്ഞത് കേൾക്കുക കേൾക്കാതിരിക്കുക എന്നുള്ളത് നോക്കുകയാണ്. ഇവിടെ തന്നെ പ്രതിഫലം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സുഹൃതങ്ങൾക്കുള്ള പ്രതിഫലം, അതുപോലെ തന്നെ നന്ദികേടുകൾക്കുള്ള പ്രതിഫലം, ഇത് രണ്ടും കൂടെ ഇവിടെ തന്നെ അങ്ങനെ അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ പിന്നെ ഇവിടെ പരീക്ഷണം എന്നതിനർത്ഥം ഉണ്ടാവില്ല. പരീക്ഷണം പരിപൂർണ്ണമാവണമെങ്കിൽ അതിന് മറ്റൊരു ലോകത്തേക്ക് നീട്ടിവെക്കണം. എന്നാൽ ഇവിടെ നിന്നും കൊടുക്കുന്നതിന് തടസ്സമല്ല, പക്ഷെ അങ്ങനെ അല്ലാതെയും കൊടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് അല്ലാഹു തആല അനുസരിക്കുന്നവനും കൊടുക്കും, അനുസരിക്കാത്തവനും കൊടുക്കും. സത്യത്തിൽ ഈ അർ-റഹീം എന്ന ഭാഗം വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്. റഹ്മാൻ എന്ന് പറഞ്ഞ ഈ ഭൂമിയിലെ റഹ്മത്ത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണ്? അല്ലാഹു തആല ആകെ റഹ്മത്തിനെ 100 ഭാഗമായിട്ടാണ് സൃഷ്ടിച്ചത്. 100% ഉണ്ട് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ. ഈ 100% ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ 100% എന്ന് പറഞ്ഞാൽ പൂർത്തീകരണത്തിന്റെ ഒരു അടയാളാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, 100 റഹ്മത്ത് എന്ന് പറഞ്ഞത്. ഒരു കുറവുമില്ല കേട്ടോ അള്ളാഹിന്റെ അനുഗ്രഹത്തിൽ. എന്നിട്ട് ആകെ ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു ഇറക്കിയത് ഒരൊറ്റ റഹ്മത്താണ്. 99 അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. അർ-റഹ്മാൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകാനാവാത്ത ഒരു ചർച്ചയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി പറയുന്നു, അള്ളാഹു 100 അനുഗ്രഹമായിട്ട് അനുഗ്രഹത്തെ പഠിച്ചത്. ഖലഖല്ലാഹു റഹ്മത യൗമ ഖലഖഹാ മിഅത റഹ്മ വഅർസല മിൻഹാ റഹ്മതൻ വാഹിദ ഫീ ഖൽഖിഹി കുല്ലിഹിം. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾക്ക് മൊത്തം നൽകിയത് ഒരൊറ്റ റഹ്മത്ത്. എന്നിട്ടോ വഅഖറ ഇൻദഹു 99 റഹ്മ, 99 അനുഗ്രഹം അള്ളാഹു തന്റെ അടുത്ത് തന്നെ സ്റ്റോക്ക് ചെയ്തു, എടുത്തു വെച്ചു, കരുതി വെച്ചു. എന്തിന്? ആ ചോദ്യമാണ്. ഇന്നിപ്പോ നമ്മൾ വലിയ വലിയ മുതലാളിമാരെ കാണുന്നു, വലിയ വലിയ സൗകര്യക്കാരെ കാണുന്നു. അവർക്കൊക്കെ കിട്ടിയത് എന്താ? ഒരു റഹ്മത്തിന്റെ പൊട്ടും തെല്ലുമാണ്. 99 അള്ളാഹു എടുത്തു വെച്ചിരിക്കാത്ത എന്തിന്?
റസൂലുള്ളാഹി തങ്ങൾ തന്റെ നുബുവത്തിന്റെ തിരുനാക്കുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു, യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ അവനെ അനുസരിച്ച് നിസ്കരിച്ച് നോമ്പുവറ്റ് ഖുർആൻ ഓതി നടന്ന വേണ്ടാത്തരങ്ങളിൽ നിന്ന് മാറി നിന്ന പടപ്പുകളെ സുഖിപ്പിക്കാനാണ് ഈ 99. അപ്പൊ സ്വർഗവും ഇഹലോക സുഖവും സ്വർഗത്തിലെ സുഖവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അപ്പൊ അത് അള്ളാഹു അനുസരിക്കുന്നവർക്ക് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ദുനിയാവിൽ ഒന്നും കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചുകൂടായിരുന്നോ? എന്നാലും അത് ഏതാവുമായിരുന്നു? നീതിയാകുമായിരുന്നു. ഏത്? ഈ ദുനിയാവിൽ ഒരു 10, 60, 70 കൊല്ലക്കാലം കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കള് എന്ന് അള്ളാഹുവിന് തീരുമാനിച്ചുകൂടായിരുന്നു. അങ്ങനെ തീരുമാനമല്ലല്ലോ. ദുനിയാവ് സുഖായോൻ ആഖിറവും സുഖാകാലോ, അതിനൊന്നും തടസ്സമല്ലല്ലോ. എന്നാൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ചർച്ചയുണ്ട്. എന്തുകൊണ്ട് പടച്ചോൻ ഇങ്ങനെ തീരുമാനിച്ചുകൂടായിരുന്നു? ദുനിയാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കൾക്ക് നരകമാക്കണം, എന്നിട്ട് ആഖിറം സ്വർഗവുമാക്കണം, എന്നിട്ട് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിരോധികൾക്ക് സ്വർഗമാക്കുക, എന്നിട്ട് നാളെ ആഖിറം നരകവുമാക്കുക. ഇങ്ങനെ തീരുമാനിച്ചാലും അള്ളാഹു നീതിമാനാകുന്നതിനെതിരല്ലോ. പിന്നെ എന്തു ചെയ്തു? ഉദാരനായ റബ്ബ് ഈ ദുനിയാവും നമുക്ക് അനുവദിച്ചു. വിശ്വസിച്ചവർക്ക് ഇത്രേ സ്വത്തുണ്ടാവുന്നുണ്ടോ? ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഗവൺമെന്റിന് കണക്കുണ്ടാകും, ഇത്രേ നിങ്ങളുടെ പേരിലുണ്ടാവോ. ഇസ്ലാമിന് കണക്കില്ല. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. 5 പൈസ പോലും അനുവദിക്കപ്പെടാത്ത മാർഗത്തിൽ പറ്റൂല. അനുവദിക്കപ്പെടുന്ന രൂപത്തിൽ എത്രയും ഉണ്ടാക്കാം. ആ ഉണ്ടാക്കി വെച്ചതിന്റെ തീരുവകൾ ഒന്നുപോലും അടയാതെ ബാക്കി നിൽക്കാൻ പാടില്ല. അതൊക്കെ നിർബന്ധ. എത്ര മുതലാളിമാർ ഇസ്ലാമിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഈ ദുനിയാവിൽ സുഖിക്കുന്നതിനൊരു തടസ്സവും ആഖിറവും കൂടെ തരിക. ശരിക്കും ന്യായമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരാൾക്ക് അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു, ഒരു കൂട്ടർക്ക് ദുന്യാവ് ഒരു കൂട്ടർക്കും ആഖിറും ആണ് എങ്കിൽ എന്നാ പിന്നെ അള്ളാഹു ഇവിടെ ദുന്യാവ് തീരെ മുഅ്മിനീങ്ങൾക്ക് തരാൻ പാടില്ലായിരുന്നു. അങ്ങനെ തന്നെ ഒരു ഹദീസിലുണ്ട്, ഒരു ഈച്ചയുടെ ചിറകിന്റെ വില പോലും ഈ ദുനിയാവിന് അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ ഒരു മൂമിനും ഒരു മുറുക്ക് വെള്ളം പോലും അള്ളാഹു കൊടുക്കൂലായിരുന്നു എന്നുണ്ട് ഒരു ഹദീസിൽ. കാരണം ദുന്യാവിന് വില കൽപ്പിക്കാത്തത് കൊണ്ട് എല്ലാവർക്കും കൊടുക്കും പോലെയാണ് കൊടുത്തതാണ്. അല്ലെങ്കിൽ അവൻ ആഖിറം നേടാൻ പറ്റോ, അതിനുള്ള ക്ഷമയും കരുത്തും അവനുണ്ടോ നോക്കാൻ അള്ളാഹു വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ കട്ടകാർന്ന് ജീവിക്കേണ്ട ഒരു ഗതികേട് അവൻ ഉണ്ടാക്കുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് അള്ളാഹു സൂറത്തു സുഖ്റുഫിൽ പറയുന്നുണ്ട്. സൂറത്തു സുഖ്റുഫിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല. കാരണം അള്ളാഹ് സൂറത്തു സുഖ്റുഫിൽ പറയുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? അള്ളാഹു ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഈ ഭൂമിയിൽ എല്ലാം അള്ളാഹു നൽകും. അവരുടെ വീടുകൾ സ്വർണത്തിന്റെ വീടുകൾ, അവർ കിടക്കുന്ന കട്ടിലുകൾ സ്വർണത്തിന്റെ കട്ടിലുകൾ, അവരുടെ ഡോറുകൾ, അവരുടെ വാതിലക്കട്ടിലുകൾ, വാതിലുകൾ, അതുപോലെ തന്നെ വാതിലക്കട്ടിലുകൾ, ഇതൊക്കെയും അതാ വാതിൽ കട്ടിലുകൾ എല്ലാം സ്വർണത്തിൻ്റെതാക്കി കൊടുക്കുമായിരുന്നു, വെള്ളിയുടേതുമാക്കുമായിരുന്നു. മൂമിനീങ്ങളുടേത് കൊച്ചു കൊച്ചു കൂരകളും. ഇങ്ങനെയാക്കിയിരുന്നുവെങ്കിൽ എന്താ ഉണ്ടാവുക? നമുക്ക് കിട്ടും അതിന്റെ റിസൾട്ടിലെ. അങ്ങനെ എങ്ങാനും ആണെങ്കിൽ ഇന്ന് ഈ സദസ്സിൽ എത്ര പേരുണ്ടാവും? അതന്നെ എൻ്റെ ഉത്തരം. ദുനിയാവിൽ കഷ്ടപ്പെടണം, എന്തെങ്കിലും ആഖിറം കിട്ടുള്ളൂ എന്നുള്ള തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് എത്ര പേരുണ്ടാവും? അപ്പോൾ എല്ലാം കൂടി ഒരു ടീമായി പോകണ്ടെന്ന് കരുതിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒന്നടങ്കം നിഷേധിച്ചു പോകും. അള്ളാഹുവിന്റെ പ്രത്യേക തൗഫീഖുള്ള അമ്പിയാക്കൾക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കാം. അല്ലാത്തവർ മുഴുവനും പോകും, ദുന്യാവിന്റെ പിന്നാലെ പോകും. ആർക്കാ 10-20 കൊല്ലക്കാലം ഇവിടെ ക്ഷമിക്കാനാവുക? സൂറത്തു സുഖ്റുഫിൽ അള്ളാഹു പറയുന്നുണ്ട്. ഞാൻ വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന് വെച്ചു. അതൊക്കെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു ഓരോന്നിന്റെ ആയത്തുകളൊക്കെ ഉദ്ധരിച്ച് പറയണമെന്ന് കരുതിയതാണ്. ഹംദിന്റെ ചർച്ച കഴിഞ്ഞപ്പോഴേക്ക് സമയം കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നീട്ടുന്നില്ല. അർ-റഹ്മാനിർ റഹീം. അപ്പൊ നാളെ പരലോകത്തെ റഹ്മത്ത് വളരെ വിലപ്പെട്ടതാണ്. 99 അനുഗ്രഹങ്ങളുടെ സംഗമ ഭൂമികയാണ് സ്വർഗം. ആ സ്വർഗം നേടാൻ എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങൾ ശ്രമിക്കണം. അതിനാണ് റമദാൻ മുമ്പിലേക്ക് വന്നത്. ഇവിടെ ദിക്റുകൾ ചൊല്ലുക, ഖുർആൻ ഓതുക, പട്ടിണി പാവങ്ങളെ സഹായിക്കുക, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക, എന്നിട്ട് സ്വർഗം നേടാൻ നോക്കുക. അള്ളാഹു നമ്മെ തുണക്കട്ടെ. അർ-റഹ്മാനിർ റഹീം. അത് കഴിഞ്ഞാൽ പിന്നെ മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമയാകുന്നു അല്ലാഹു. പ്രതിഫല നാളിന്റെ ഉടമയാകുന്നു അല്ലാഹു. മാലിക് യൗമിദ്ദീൻ, രക്ഷാശിക്ഷകളുടെ നാടുകളുടെ ഉടമയും അധികാരിയുമാണ് അല്ലാഹു. അപ്പോ പേടിച്ചിട്ട് ആരെങ്കിലും അല്ലാഹുവിനെ ഹംദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ അർത്ഥത്തിലും ചെയ്യേണ്ടത് ഇവിടെ തന്നെ കേട്ടോ. ആ അർത്ഥത്തിലും ചെയ്യേണ്ടത് അല്ലാഹുവിനെ തന്നെയാണ്. മാലിക് യൗമിദ്ദീൻ, ഈ പ്രതിഫല നാളിന്റെ ഉടമ എന്ന് പറഞ്ഞത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഒരു സ്വർഗചിത്രവും ഒരു നരകചിത്രവും ആവശ്യമായിരുന്നു.
നരകം എത്ര ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് നരകത്തിന്റെ ഒരു ചിത്രമാണല്ലോ. റഹ്മത്തിൽ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ചെറിയൊരു പരാമർശം പറഞ്ഞു. എന്നാൽ മാലിക് യൗമിദ്ദീൻ എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താക്കീദിനാണ് അവിടെ കനം. നരകം എന്ന് പറഞ്ഞത് എത്ര ഭീകരാൻ തിരിയണമെങ്കിൽ, നരകം എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് തീക്കളിയാണ്. എല്ലാവർക്കും അറിയാം, തീക്കുണ്ടാരമാണ് നരകം. ആ തീയിൽ കിടക്കുമ്പോൾ അവന് സ്വാഭാവികമായിട്ട് ചൂടുണ്ടാകും, കരിഞ്ഞു പോകും ശരീരം. അങ്ങനെ തന്നെ അള്ളാഹു പുതിയ ചർമ്മങ്ങൾ അവന് പകരം നൽകും. ഈ ചർമ്മങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ ആശ്വാസത്തിന് പടച്ചോനെ ഭയങ്കര ചൂട്, അള്ളാഹുവിനോട് ചോദിക്കും, പടച്ചോനെ ഒരു തണുത്ത കാറ്റ്, അള്ളാഹുവേ ഒരു തണുത്ത വെള്ളം, അള്ളാഹുവേ ഒരു തണുത്ത തണല്. ഇത് ചൂടെടുക്കുന്ന ഏതൊരാളും മോഹിക്കുന്ന കാര്യമാണ്. ഉഷ്ണിക്കുന്ന ആള് മോഹിക്കുന്ന 3 താല്പര്യങ്ങളാണിത്: തണുത്ത കാറ്റ്, തണുത്ത വെള്ളം, അതുപോലെ തന്നെ തണുത്ത തണല്. നല്ല ചൂടുന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തണുത്തത് കിട്ടിയാൽ എന്തോ ഒരു സന്തോഷം. ഫാനൊന്നിട്ട് മലർന്നങ്ങ് കിടന്നാൽ, അല്ലെങ്കിൽ AC ചാലുവാക്കിയാൽ എന്തൊരു സുഖം. ഫുട്പാത്തിലൂടെ അങ്ങനെ വെയിലും കൊണ്ട് നടന്നു പോകുമ്പോൾ ഒരു മരത്തണലിന്റെ ചുവട്ടിലെത്തിയാൽ നടക്കാൻ മറക്കും മുന്നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ആശ്വാസം. അത് 3. ഇമാം റാസി പറയാണ്, എന്നാൽ നരകത്തിൽ ഈ ആശ്വാസങ്ങൾക്ക് വല്ല വകയുണ്ടോ? ഇത്തരം ആശ്വാസങ്ങൾ വല്ലതും കിട്ടുമോ? ഖുർആൻ പറയുന്നു, വസ്ഹാബുശ്ശിമാലി മാ അസ്ഹാബുശ്ശിമാൽ ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം. അത് മാത്രമാണ് ഇവിടെ പറയുന്നത്. അത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വേദി ഒഴിയാം. കാറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അള്ളാഹു കാറ്റ് തരും. ഏതാണ് ആ കാറ്റ്? ഫീ സമൂം, തീക്കാറ്റിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. തീക്കാറ്റ്, സുബ്ഹാനല്ലാഹ്. ആർക്ക് വേണം ഈ കാറ്റ്? സമൂം എന്ന ശബ്ദം ഇത് നിഷ്പന്ദിച്ചിരിക്കുന്നത് സുമ്മ് എന്ന വാക്യത്തിൽ നിന്നാണ്, അടിസ്ഥാന പദത്തിൽ നിന്നാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. സുമ്മ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിഷം എന്നാണ്. അപ്പൊ സുമ്മ എന്ന വാക്കിൽ നിന്ന് സമൂം എന്ന് വരുമ്പോ ഈ കാറ്റിന്റെ സ്വഭാവം എന്താണ്? തീക്കാറ്റ് മാത്രമല്ല, അത് വിഷക്കാറ്റാണ്. വിഷത്തിനൊരു പ്രത്യേകത ഉണ്ട്. വിഷം തീണ്ടിയത് തള്ളവിരലിനായിരിക്കും, പാമ്പ് കടിച്ചത് പെരുവിരലിനായിരിക്കും. ആ വിഷം കടിച്ചതിന്റെ, ആ പാമ്പ് കടിച്ചതിന്റെ, വിഷം തീണ്ടിയതിന്റെ പ്രതിഫലനങ്ങൾ അറിയുന്നത് തലച്ചോറ്റിലായിരിക്കും. അതാണ് വിഷത്തിന്റെ പ്രത്യേകത. കൊത്തിയിടത്തല്ല പ്രതിഫലനങ്ങൾ ഇങ്ങനെ പുറത്തറിയും. എന്നതുപോലെ നരകത്തിലെ ഈ കാറ്റ് നിന്റെ കാലിൽ കൊണ്ടാൽ നിന്റെ തലപ്പ്, നിന്റെ മൂർധാവ് തിളച്ചു മറിയും. അത്രമാത്രം തലച്ചോറ് തിളച്ചു മറിയാൻ മാത്രം കടുപ്പുള്ള കാറ്റ്. എവിടെ? കാലുമ്മൽ തട്ടിയാൽ. ഫീ സമൂം, ഇതാണ് തീക്കാറ്റിന്റെ പ്രത്യേകത. ഇനി ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞു, സെമ്മ് എന്ന പദത്തിൽ നിന്നുമാകാം ഇത് നിഷ്പന്ദിച്ചത്. ആ അർത്ഥത്തിലും അതിന് വകുപ്പുണ്ട്. കാരണം സെമ്മ് എന്ന് പറഞ്ഞാൽ സൂചിപ്പഴുതാണ്. സൂചിപ്പഴുതിനാണ് സെമ്മ് എന്ന് പറയാം. ഖുർആൻ പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞതാ സൂചിപ്പഴുതിലൂടെ ഒട്ടകം കിടക്കാം. സൂചിപ്പഴുതിനാ സെമ്മ് എന്ന് പറയാം. എന്തേ അതിൽ നിന്ന് സമൂം എന്ന പദം വന്നത്? മഹാനവറുകൾ ചർച്ച ചെയ്യുന്നു, മക്കളെ, സൂചിപ്പഴുത് എന്ന് പറഞ്ഞാൽ സൂചിയുടെ ഓട്ടയല്ല കേട്ടോ. സൂചിയുടെ ഓട്ട അത് 2 3 നൂലുകൾ വളരെ കൃത്യമായി പിടിച്ചാൽ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങ് തിരുകാൻ പറ്റും. അതിന് പറ്റിയ വലുപ്പമുണ്ട് സൂചിയുടെ ഓട്ട, ദ്വാരം. അതല്ല കേട്ടോ സംഭവം. പിന്നെ എന്താ സൂചിപ്പഴുത് എന്ന് പറഞ്ഞാൽ? ദാ എന്റെ ശരീരത്തിലെ ഷർട്ട് പൊക്കിപ്പിടിച്ച് സൂചി അങ്ങ് കുത്തിക്കയറ്റി ആ സൂചി അങ്ങ് വലിച്ചൂരിയാൽ അവിടെ കാണുന്ന സൂക്ഷ്മമായ പഴുതാണ് സമ്മുൽ ഖിയാത്ത്. ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നു, അല്ല സൂചിയുടെ ഓട്ടയാണെന്ന് മനസ്സിലാക്കിയ അർത്ഥം തെറ്റാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, സമ്മുൽ ഖിയാത്ത് എന്ന് പറഞ്ഞാൽ സൂചി കയറിപ്പോയ പഴുതാണ്. അപ്പൊ എന്താ? അത് രോമക്കുത്തിന്റെ പോയിന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കാറ്റിന്റെ പ്രത്യേകത എന്താണ്? രോമകൂപങ്ങളിലേക്ക് ശരിക്ക് സൂചി തലപ്പ് പാഞ്ഞു കയറും പോലെ ഓടിക്കയറും. നരകത്തിലെ തീക്കാറ്റിങ് വരുന്നതോടുകൂടെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലൂടെയും അത് സൂചി തറച്ചു കയറും പോലെ അങ്ങ് തറച്ചു കയറും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് അവസാനത്തെ 10 ഒന്ന് ചൊല്ലൂ സുഹൃത്തെ, ആത്മാർത്ഥമായി നരകത്തെ തൊട്ട് രക്ഷപ്പെടണമെന്ന് കരുതിയിട്ട്. അല്ലാഹുമ്മ അഴ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇനി വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. എന്താണ് ആ വെള്ളത്തിന്റെ സ്വഭാവം?
സൂറത്തുൽ കഹ്ഫിൽ കഴിഞ്ഞ ചോദ്യയിലെ ഈ ആഴ്ച ഓതാൻ പോകല്ലേ, ടാർ ഉരുക്കിയതുപോലെയുള്ള വെള്ളാണ്, എണ്ണച്ചണ്ടി ഉരുക്കിയതുപോലെയുള്ള വെള്ളം. നമുക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞത് ആ ടാർ ഉരുക്കിയതുപോലെയുള്ള വെള്ളം. ആ വെള്ളത്തിന്റെ സ്വഭാവം എന്താ? അതിന്റെ ചൂട്. അത് കുടിക്കാൻ വേണ്ടി മുഖത്തോടടുപ്പിക്കുമ്പോ മുഖത്തുള്ള മാംസം കരിഞ്ഞ് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വീഴും. അത്ര കടുപ്പുണ്ട്. 600 ഡിഗ്രിയിൽ വെട്ടിത്തിളക്കുന്ന വെള്ളം. ആ വെള്ളം നിങ്ങളുടെ മുഖത്തിന്റെ ചുവട്ടിൽ പിടിച്ചു. ആ വെള്ളം തണിഞ്ഞുപോയി, തണുത്തുപോയി. സങ്കൽപ്പിച്ചോ, നിന്റെ മുഖത്തിന്റെ തൊലിക്കൊരു കളറ് മാറ്റം പോലും കുടുങ്ങോ സഹോദരാ? അവിടെയാ ചിന്തിക്കേണ്ടത്. ഈ വെള്ളം കുടിക്കാൻ വേണ്ടി വായിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ മുഖത്ത മാംസം കരിഞ്ഞു വീഴുന്ന് പറഞ്ഞ ഇത്രയും കടുപ്പമുള്ള വെള്ളം ഇതാണ് പാപികൾക്ക് കോരിക്കൊടുക്കുന്നത്. എവിടുന്ന്? നരകത്തിൽ നിന്ന് റബ്ബേ കുറച്ച് വെള്ളം കിട്ടിയാ കുടിക്കായിരുന്നു എന്ന് പറയുമ്പോൾ ഈ വെള്ളം കുടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഓവർ ചൂടുള്ള ഒരു ഗ്ലാസ് സുലൈമാനി കയ്യിൽ കിട്ടിയാ മുറിച്ചല്ലേ നമ്മൾ കുടിക്കുക. ഈ വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഇത്രയും ചൂടുള്ള വെള്ളം. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹ് പറയുന്നു, ഫശാരിബൂന ശുറുബൽ ഹീം, ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ കുടിക്കണം, പോത്ത് കുടിക്കും പോലെ മോന്തി കുടിക്കണം. ഫശാരിബൂന ശുറുബൽ ഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക്, ഇത് അള്ളാഹുവിന്റെ കലാമാന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതൊന്നും കേട്ടില്ല എന്ന് വിചാരിച്ച്, ഇതൊന്നും കേട്ടില്ല എന്ന് നടിച്ച്, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്ത് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റുമോ? ശരിക്കാലോചിക്കണം. ഈ റമദാനിൽ ഉറ്റാലോചിക്കണം. എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വേണ്ടെന്ന് ഓരോരുത്തരും ഇരുന്ന് ആലോചിക്കണം. ഈ റമദാനിൽ പടച്ചോനെ, ഞാൻ ഈ നീങ്ങുന്നതിനൊരു ചെറിയ മാറ്റം, ഞാൻ ഈ തോന്നിയാസങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിരമിക്കണ്ടേ എന്ന് ചിന്തിക്കണം. ഇതാ വരാനുള്ളത്. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്കും വരാനുള്ള ഗതികേടാണിത്. വഹമീം, ഈ വെള്ളം പോത്ത് കുടിക്കൽ എങ്ങനെയാ? ദാഹിച്ചു വലഞ്ഞ പോത്ത് കുടിക്കുക വേണോ വേണ്ടെന്ന് കരുതി കോഴി വെള്ളം കുടിക്കും പോലെയല്ല. കോഴി വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് തല വെക്കും, എന്നിട്ട് പിന്നെ കുറേ മേലോട്ട് നോക്കും, പിന്നെയും താഴ്ത്തും. വേണോ വേണ്ടെന്ന് വിചാരിച്ചാൽ കുടിക്കുക. പോത്ത് അങ്ങനെയല്ല. അതിൻ്റെ മുഖം പാത്രത്തിലേക്ക് അങ്ങ് താഴ്ത്തും, മോന്തി അങ്ങ് കുടിക്കും, വലിച്ചങ്ങ് കുടിക്കും. ആ കുടി കുടിപ്പിക്കും അല്ലാഹു. അതോടുകൂടെ നമ്മുടെ കഥ എന്താകും എന്ന് ആലോചിച്ച് നോക്ക്. എന്നാലോ മരിക്കൂല്ല, കേടുവരില്ല. കേടുവന്നാൽ അപ്പം തന്നെ നന്നാവും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും. ഇങ്ങനെ അറ്റമില്ലാതെ നമ്മളെ ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നാലോചിക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ. ഇതെന്താ സാധനം? നരകാവകാശികളുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചീഞ്ചലാണ്. അതും കൂടെ പറയണം. ഈ ചുടുവെള്ളം നരകാവകാശിയുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചോരയും ചലവും കൂടെ മിക്സ് ചെയ്ത വെള്ളമാണ്. അതാണ് ഈ തരുന്നത്. ഇനിയോ ഈ വെള്ളം തന്നെ തലയിലൊഴുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഏത്? മീഡിയം ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഒരു പക്ഷേ വായ കൊണ്ട് കുടിക്കാൻ നമുക്ക് കഴിയും. കാരണം ചൂടുള്ളത് തിന്നാൻ പറ്റുന്ന രൂപത്തിൽ ആ വായയുടെ അന്തർഭാഗം അല്ലാഹു സൃഷ്ടിച്ചു തന്നത്. പക്ഷേ മോമിനീങ്ങളെ ആലോചിച്ചോ, ആ വെള്ളം നിങ്ങൾ തലയിലൊഴുക്കോ? ആ വെള്ളം കൊണ്ട് നിങ്ങൾ മുഖം കഴുകാൻ ധൈര്യപ്പെടുമോ? വായിലൊഴുക്കുന്നത് മുഖത്തൊഴിക്കാൻ പറ്റൂല. ഇതൊക്കെ നമുക്ക് എപ്പോഴും അനുഭവം ഉള്ളതല്ലേ. ചൂടുള്ള വെള്ളം മുഖത്തൊഴിച്ച് നോക്കണം, കണ്ണുമ്മ തട്ടിയ വിവരറിയും. വായിലൊഴിക്കുന്നത് മുഖത്തൊഴിക്കാൻ പറ്റൂല, മുഖത്തൊഴിക്കുന്നതും തലയിലൊഴിക്കാൻ പറ്റൂല. തലച്ചോറ് തിളച്ചു മറിയും അല്ലേ? ആ തലച്ചോറ്റിലേക്ക് വന്ന് വീഴല്ലേ? എവിടെ? സൂറത്തു ദുഖാൻ എടുത്തു മറിച്ച് നോക്ക്. സുമ്മ സുബ്ബു ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം. ഈ വെള്ളം അവന്റെ തലയുടെ മൂർധാവിൽ പമ്പ് ചെയ്യട്ടെ, അണമുറിയാതെ പമ്പ് ചെയ്യട്ടെ. മലക്കുകളോട് അല്ലാഹു പറയാൻ, ആ ഏൽപ്പിക്കുന്ന മലക്കുകളുടെ ഡിക്ഷണറിയിൽ ദാക്ഷിണ്യമില്ല, കരുണയില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശിക്ഷിക്കാനായിട്ട് അല്ലാഹു പടച്ച പടപ്പുകള്. അവർക്ക് നമ്മളെ സ്നേഹിക്കാൻ അറിയില്ല. നമ്മൾ നിലവിളിച്ചിട്ട് നമ്മളോട് സിമ്പതി അവർക്ക് തോന്നൂല. ശരിക്കാലോചിക്കണം. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം. ഇനി തണലുണ്ടോ? തണലുണ്ട്. ഏതാ തണല്? നരകത്തിൽ നിന്ന് ഉയരുന്ന കരിമ്പുകയുടെ തണല്. വളില്ലിൻ മിൻ യഹ്മൂം. ആർക്കു വേണം ഈ തണല്? ആർക്കു വേണം ഈ വെള്ളം? ആർക്കു വേണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ തണലും ഈ വെള്ളവും ഈ കാറ്റും? കാരണം നേരത്തെ ആ തീയിന്റെ അദാബ് സഹിച്ചാൽ മതി. ഇപ്പൊ അഗ്നിക്കപ്പുറത്ത്, തീക്കപ്പുറത്ത് ഇതാ വെള്ളത്തെ സഹിക്കണം, കാറ്റിനെ സഹിക്കണം, തണലിനെ സഹിക്കണം. ഇത് സെപ്പറേറ്റ് 3 അദാബുകളായി മുമ്പിൽ വരികയാണ്, വേറിട്ട 3 അദാബുകളായിട്ട്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഈ ഒരു വികാരത്തിൽ ഒരു 3 ദിക്ർ. ഇത് അവസാനത്തെ 10 നരകത്തെ തൊട്ട് മോചനം കിട്ടുന്ന 10. ചോദിച്ചാൽ മോചനം തരുന്ന അല്ലാഹ് പറഞ്ഞു ചെയ്തു. ഏത് മഹാപാപിക്കും തരുന്നു പറഞ്ഞു. ഇന്നു മുതൽ മനസ്സൊന്ന് മാറിയാ മതി. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ.
അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇതാണ് മാലിക് യൗമിദ്ദീൻ എന്നതിൻ്റെ ചെറിയൊരു ഭാഗം പരാമർശിച്ചത്. ഞാൻ സൂറത്തു സാഫാത്തിയിൽ ഏകദേശം ഒരു 10-12 ആയത്ത് ഈ വകയിൽ നിങ്ങൾ ഓതി കേൾപ്പിക്കണമെന്ന് കരുതിയിരുന്നു. അതിനാണ് മുസ്ഹഫ് കൊണ്ടുവന്ന് വെച്ചിരുന്നത്. പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു.